അസ്സലാമലൈക്കും. സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൂൺ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂൺ മസാലയാണിത്. ഇത് ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പവും പൊറോട്ടയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് ഈ സ്വാദിഷ്ടകരമായ കൂൺ മസാല എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 250 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതിൻ്റെ മീതെയുള്ള ആ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കഴുകി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് താഴെ നിന്ന് മേലോട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇളക്കാൻ പറ്റും. പിന്നെ തൊലി ഇളക്കണമെന്നുമില്ല. ഇതിൻ്റെ തൊലിക്കൊരു ചെറിയ വിഴുവിഴുപ്പുണ്ട്. അതങ്ങ് മാറിക്കിട്ടും ഇത് ഇളക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ മഷ്റൂം മൊത്തം എന്താ വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ചെറിയ കൂണൊക്കെ ഒന്ന് രണ്ടായിട്ട് അരിഞ്ഞിട്ടതിന് ശേഷം വലിയ കൂണൊക്കെ ഒരു 3 പീസൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മഷ്റൂം കറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അത് ചൂടാകുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ് വളരെ ടേസ്റ്റ് കേട്ടോ. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചതച്ചതാണേ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ആ സവാളയൊക്കെ വഴന്ന് വന്ന് ഒരു ചെറിയ ഗോൾഡൻ കളറായി കിട്ടണമേ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ചെറിയ ചേഞ്ചായി വന്നിട്ടുണ്ട്, കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ഒരു ചെറിയ ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, അത് ഞാൻ വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ചതാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ നന്നായിട്ട് വെന്ത് ഉടയൊന്നും വേണ്ട കേട്ടോ. ഒരു 3/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മസാലയും മഷ്റൂമുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരാത്ത നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ മസാലയായിട്ട് മഷ്റൂം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അടച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. മഷ്റൂമിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മഷ്റൂമിൽ നിന്ന് തന്നെ അതിൻ്റെ വേവിൽ തന്നെയുള്ള വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തുറക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് വറ്റി കിട്ടണം. പിന്നെ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ, ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ ഈ ബട്ടറൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ കൂൺ മസാല റെഡിയാക്കിയാൽ. പിന്നെ അതിലേക്ക് എരിവ് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 10 മിനിറ്റോളം ആയപ്പോൾ നമ്മുടെ മഷ്റൂം ഏകദേശം വെന്ത് കിട്ടാറായിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പല കളറിലുള്ള ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രീന്, റെഡ്, യെല്ലോ. ഇത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ക്യാപ്സിക്കം അങ്ങ് വെന്ത് ഉടഞ്ഞു ചേരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് വാടി കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് വേവുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പ് നമ്മൾ ഈ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ക്യാപ്സിക്കമൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മഷ്റൂം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് നമ്മുടെ ചോറിനോടൊപ്പവും ചപ്പാത്തി, പെറോട്ട എന്നിവയുടെയൊക്കെ ബെസ്റ്റ് കോംബോ ആയിട്ടുള്ളൊരു കറിയാണേ. പിന്നെ നമ്മുടെ വീട്ടുപറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അരിക്കുമ്മിള്, ഉപ്പുകുമ്മിളൊക്കെ ഉണ്ടല്ലോ, അത് ഇതുപോലെ മസാല ആയിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നെന്താ കോൺ മസാല മൊത്തം ഇന്നെന്താ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂൺ മസാലയാണ്. ഇത് പുട്ടിനോടൊപ്പമൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പല നിറത്തിലുള്ള ക്യാപ്സിക്കമൊക്കെ ഇട്ട് വെച്ചത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ആ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടനുടൻ നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്